നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു വിഭവമാണ് നെല്ലിക്ക ജ്യൂസ്. നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ വീഡിയോ കിട്ടാൻ വേണ്ടി, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് ബെൽ ബട്ടൺ അമർത്തുക. നമുക്ക് ഇന്നത്തെ ഈ നെല്ലിക്ക ജ്യൂസ് വീഡിയോയിലേക്ക് കിടക്കാം. നമസ്കാരം. നെല്ലിക്ക ജ്യൂസ്, അതിൻ്റെ ചേരുവകൾ. അതിനു മുമ്പ് ഈ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണം ഉണ്ടാവുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിൻ്റെ വണ്ണം കുറയും, അതുപോലെ തന്നെ നമുക്ക് ബ്ലഡൊക്കെ ശുദ്ധീകരിക്കാം, അതുപോലെ നമുക്ക് നല്ല ഉറക്കം കിട്ടും. ഇതിനു വേണ്ടിയുള്ള ചേരുവകൾ നമ്മളൊരു 4 നെല്ലിക്ക ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി, നമ്മൾ ഒരു വെളുത്തുള്ളി തൊലി കളഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു 4-1 കഷ്ണത്തിൻ്റെ നാരങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങ പൂവും അതുപോലെ ഇലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരു 2 കഷ്ണം കറിവേപ്പിൻ തണ്ട് ഇലയും എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് തേൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പുതിന ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഈ ജ്യൂസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക ആദ്യമായി നമ്മളിടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിടാണ്. അതുപോലെ നമ്മുടെ വെളുത്തുള്ളി, പനിക്കൂർക്ക ഇല 2 ഇല ഇടാണ്. അതുപോലെ തന്നെ പുതിന, കുറച്ച് പുതിന ഇടാണ്. അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയിലയും മുരിങ്ങപ്പൂവും അതിടാണ് നമ്മൾ. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു ചെറിയ കഷ്ണം നാരങ്ങ, അതുപോലെ കുറച്ച് നാളികേരം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ 2 തണ്ട് കറിവേപ്പില അത് നമ്മളിടാണ്. 2 തണ്ട് കറിവേപ്പില അതിടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിനിയും ഇത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ആ ജ്യൂസിൻ്റെ ഉള്ളിൽ ഒരു സ്പൂൺ തേൻ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ കുടിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇത് മിക്സിയിലിട്ട് അടിക്കുകയാണ്. എന്തായാലും അരിപ്പയിൽ നമ്മളിത് അരിച്ചെടുക്കുകയാണ്. നല്ല രീതിയിൽ അരിച്ച് എടുത്തിട്ട് നമ്മൾ കഴിക്കുക. ഇതിൻ്റെ എല്ലാ നീരും നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് കിട്ടണം. മേലെ നമുക്കതിനൊരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ജ്യൂസൊന്ന് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് കുടിച്ച് നോക്കുക. ഒരു ടീസ്പൂൺ തേൻ അതിലേക്ക് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നല്ല ഇതിൽ നമ്മൾ ഇളക്കണം. അത് നല്ല രീതിയിൽ ഇളക്കിയിട്ട് നല്ല തേൻ അതിൽ മിക്സായി കിട്ടണം നമുക്ക് എന്തായാലും. എന്നിട്ട് നമുക്ക് ഈ ജ്യൂസ് നമ്മൾ കാലത്ത് ഏറ്റവും ഉത്തമം വെറും വയറ്റിൽ കുടിക്കാനാണ് നമുക്ക്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി പറയുന്നത്, എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ നെല്ലിക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വയറിൻ്റെ വണ്ണമൊക്കെ കുറയാനും, അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് ശുദ്ധീകരിക്കാനും, അതുപോലെ നല്ല ഉറക്കം കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണിത്. ഇതെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ
പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചേരുവകൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ എഴുതിയിടുന്നതാണ്. നിങ്ങളെല്ലാവരും അത് നോക്കുക. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് നൽകുക. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ എത്തിച്ചേരുന്നതാണ്. നന്ദി, നമസ്കാരം.